Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 2-ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. മൊഡ്യൂൾ 2-നെ നമുക്ക് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് ഞാൻ റൈറ്റ് സൈഡിലെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷനിൽ നമ്മൾ പഠിക്കാനായിട്ടുള്ളത് എന്താണ് ഫ്രിക്ഷൻ എന്ന് പഠിക്കണം, എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പഠിക്കണം, എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പഠിക്കണം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്രിക്ഷൻ പഠിക്കണം, അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റീപോസ് ആൻഡ് കോൺ ഓഫ് ഫ്രിക്ഷൻ. ദെൻ ലോസ് ഓഫ് ഫ്രിക്ഷൻ പഠിക്കണം. ഇത്രയാണ് ഫ്രിക്ഷനിലെ തിയറി പോർഷൻസ്. ദെൻ പ്രോബ്ലംസിലോട്ട് വരികയാണെങ്കിൽ ഫ്രിക്ഷൻ ഇൻ സിംഗിൾ ബോഡീസ്, ഫ്രിക്ഷൻ ഇൻ കണക്റ്റഡ് ബോഡീസ്, ലാഡർ ഫ്രിക്ഷൻ, വെഡ്ജ് ഫ്രിക്ഷൻ. അപ്പോൾ ഈ 4 സെക്ഷനിൽ നിന്നുമാണ് ഫ്രിക്ഷനിൽ പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ. ദെൻ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പാരലൽ ഫോഴ്സസ് ആണ്. പാരലൽ ഫോഴ്സിന്റെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. പിന്നെ സെക്കൻഡ് പാർട്ടിൽ തന്നെ വരുന്നതാണ് കപ്പിൾ. കപ്പിൾ എന്താണ് കപ്പിൾ എന്നറിയണം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കപ്പിൾ അറിയണം, റിസൾട്ടന്റ് ഓഫ് പാരലൽ ഫോഴ്സസിന്റെ പ്രോബ്ലംസും സെക്കൻഡ് പാർട്ടിൽ ഉണ്ട്. ഓക്കെ. ദെൻ സെക്കൻഡ് മൊഡ്യൂളിലെ തേർഡ് പാർട്ടാണ് ബീംസ്. ബീംസിലെ സപ്പോർട്ട്സ് ഏതൊക്കെയാണെന്ന് അറിയണം, സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും അറിയണം. ഓക്കെ. ഇപ്പം ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് തിയറി പോർഷൻസ് ആണ്. അതായത് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുമുള്ള തിയറി പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്രിക്ഷൻ, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്രിക്ഷൻ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റീപോസ്, കോൺ ഓഫ് ഫ്രിക്ഷൻ, ദെൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, കൂളംസ് ലോസ് ഓഫ് ഫ്രിക്ഷൻ, പാരലൽ കോപ്ലാനാർ ഫോഴ്സസ്, അതിന്റെ റിസൾട്ടന്റ് കാൽക്കുലേഷൻ, ആൻഡ് കപ്പിൾ, പ്രോപ്പർട്ടീസ് ഓഫ് കപ്പിൾ. അപ്പം ഇത്രയുമാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് ഫ്രിക്ഷൻ ആണ്. ഞാൻ ജസ്റ്റ് ഡെഫിനിഷൻ വായിക്കാം. Whenever a body moves or tends to move over another body, a force opposite to the direction in which the body moves or tends to move is developed at the contact surface. This force is called frictional force or simply friction. നമ്മൾ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ബോഡിയുടെ കോണ്ടാക്ട് സർഫസിൽ ഡെവലപ്പ് ആകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ഓർ നമ്മൾ അതിനെ സിംപ്ലി ഫ്രിക്ഷൻ എന്ന് പറയും. ഓക്കെ. Then second point, the main cause of friction is surface roughness. അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സർഫസ് റഫ്നെസ് ആണ്. റഫ് ആയിട്ടുള്ള സർഫസിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുള്ളൂ. നമുക്കറിയാം, ഒരു റഫ് സർഫസിൽ ഇരിക്കുന്ന ബോഡിയിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ റഫ് സർഫസിൽ കോണ്ടാക്ട് സർഫസിൽ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ റിയാക്ഷൻ ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റഫ് ആയിട്ടുള്ള സർഫസിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ആകുന്നത്. ഒരു സ്മൂത്ത് സർഫസ് ആണെങ്കിൽ നമുക്കൊരു ബോഡിയെ ആ സ്മൂത്ത് സർഫസിലൂടെ ഈസിലി മൂവ് ചെയ്യിക്കാം, വിച്ച് മീൻസ് ആ കോണ്ടാക്ട് സർഫസിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ റഫ് ആയിട്ടുള്ള സർഫസിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകത്തുള്ളൂ, സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് 0 ആണ്. ഓക്കെ. Then next point എന്ന് പറയുന്നത് maximum value of frictional force is known as limiting friction. അതായത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബോഡി സ്വാഭാവികമായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ മൂവ് ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് കോണ്ടാക്ട് സർഫസിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന് ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ബോഡി
നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഒരുപാട് തവണ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ദ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇറ്റ് സ്ലൈഡ്സ് ഓർ ടെൻസ് ടു സ്ലൈഡ് ഓവർ അനദർ ബോഡി. ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിലൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ കോണ്ടാക്ട് സർഫസിൽ ഡെവലപ്പ് ആകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഞാൻ ഒരു ബോഡിയാണ് കാണിച്ചിരിക്കുന്നത്, ബോഡിയുടെ വെയിറ്റ് W. ഞാൻ ഈ ബോഡി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് P ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ബോഡിയുടെ കോണ്ടാക്ട് സർഫസിൽ ഡെവലപ്പ് ആകുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് F. ഫിഗർ ശ്രദ്ധിക്കുക, ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ബോഡിയുടെ കോണ്ടാക്ട് സർഫസിൽ ഡെവലപ്പ് ആകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് F ആണ്. ശ്രദ്ധിക്കുക, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ആ ബോഡിയിൽ, അല്ലെങ്കിൽ നമ്മളൊരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിയുടെ കോണ്ടാക്ട് സർഫസിൽ ഡെവലപ്പ് ആകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഒരു ലിമിറ്റിംഗ് വാല്യൂ ഉണ്ട്, അതിനപ്പുറം ഫ്രിക്ഷണൽ വാല്യൂവിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കുക, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണെങ്കിൽ ബോഡി റെസ്റ്റിലായിരിക്കും. If the applied force is less than limiting friction, body remains at rest. If the applied force is greater than limiting friction, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതലാണെങ്കിൽ ബോഡി മൂവ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ബോഡി മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. If the applied force is less than limiting friction, body remains at rest. If the applied force is greater than limiting friction, body moves in the direction of applied force. Okay. So next നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഒത്തിരി തവണ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. The limiting frictional force bears a constant ratio with normal reaction at contact surface. That is, the limiting frictional force is proportional to the normal reaction at contact surface. Coefficient of friction എന്ന് പറയുന്നത് നമ്മളൊരു ബോഡിയിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആ കോണ്ടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. If limiting frictional force is denoted as Fmax and normal reaction is denoted as Rn, then Fmax is proportional to Rn. ഈ proportionality sign മാറ്റാനായിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. That is Fmax is equal to mu into Rn. This constant of proportionality mu is known as the coefficient of friction. Okay, അപ്പോൾ coefficient of friction എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് Fmax is proportional to Rn. That is Fmax is equal to mu Rn. That constant of proportionality mu is known as the coefficient of friction. Or from this equation, mu is equal to frictional force divided by normal reaction at contact surface. Okay, ഇതാണ് coefficient of friction. Next നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് angle of friction ആണ്. It is the angle between normal reaction at contact surface and resultant of normal reaction at limiting friction. Angle of friction എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിനും ഫ്രിക്ഷണൽ ഫോഴ്സിന്റെയും നോർമൽ റിയാക്ഷന്റെയും റിസൾട്ടന്റ് നോർമൽ റിയാക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. അതായത് ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഫിഗറിൽ ഞാൻ ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. Fmax is equal to mu Rn. കോണ്ടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് R. ഈ രണ്ട് ഫോഴ്സിന്റെയും റിസൾട്ടന്റ് ആണ് R എന്ന് പറയുന്നത്. നോർമൽ റിയാക്ഷന്റെയും ഫ്രിക്ഷണൽ ഫോഴ്സിന്റെയും റിസൾട്ടന്റ് നോർമൽ റിയാക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഞാൻ phi എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്, which is known as the
ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇനി ഈ ഫിഗറിൽ നിന്നും tan phi എടുത്തേ, എന്തായിരിക്കും tan phi? Opposite side by adjacent side, that is tan phi is equal to mu Rn divided by Rn. Rn cancel ചെയ്യും. Finally നമുക്ക് കിട്ടുന്നതാണ് tan phi is equal to mu. Okay, അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷനും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് tan phi is equal to mu or phi is equal to tan inverse mu. Okay, ഇതാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. The next characteristics of friction എന്ന് പറയുന്നത് angle of repose ആണ്. It is the maximum inclination of a plane on which a body can remain at rest without applying any external load. External load ഒന്നും അപ്ലൈ ചെയ്യാതെ എത്ര ഇൻക്ലിനേഷൻ വരെ ഒരു പ്ലെയിനിൽ ഒരു ബോഡിക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാമോ ആ ഇൻക്ലിനേഷനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആൽഫ. ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ആൽഫ ഇൻക്ലിനേഷൻ വരെ ഈ ബോഡിക്ക്, ഈ ഫിഗറിൽ തന്നിരിക്കുന്ന ബോഡിക്ക് റെസ്റ്റിൽ തന്നെ റിമെയിൻ ചെയ്യാനായിട്ട് പറ്റും വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഫോഴ്സ്. ദാറ്റ് ആംഗിൾ ഓഫ് inclination alpha is known as the angle of repose. ഇനി ആംഗിൾ ഓഫ് റീപോസും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ആൽഫ ഇസ് ഈക്വൽ ടു ഫൈ ആണ്. ഇതെങ്ങനെ വന്നു എന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കോൺ ഓഫ് ഫ്രിക്ഷൻ ആണ്. സോ ഞാൻ കോൺ ഓഫ് ഫ്രിക്ഷന്റെ definition ഒന്ന് വായിക്കാം. When the direction of external force is gradually changed through 360 degree, the resultant R generates a right circular cone with semi-cone angle equal to phi. This cone is called cone of friction. Just first figure ശ്രദ്ധിക്കുക. cone of friction താഴെയുള്ള first figure ശ്രദ്ധിക്കുക. ഞാൻ towards left ആണ് ആദ്യത്തെ കേസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ടുവേർഡ്സ് റൈറ്റ് ആക്ട് ചെയ്തു. ഈ ബോഡിയുടെ കോൺടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ ആണ് Rn. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെയും നോർമൽ റിയാക്ഷന്റെയും റിസൾട്ടന്റ് ആണ് R. റിസൾട്ടന്റ് Rനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് phi. ഓക്കെ, ഇനി സെക്കൻഡ് ഫിഗർ ശ്രദ്ധിക്കുക. സെക്കൻഡ് ഫിഗറിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ 180 ഡിഗ്രി ചേഞ്ച് ചെയ്യും. ഞാനിപ്പോൾ ഫോഴ്സ് P ടുവേർഡ്സ് റൈറ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കില്ലേ? കോൺടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷന് ചേഞ്ച് ഒന്നുമില്ല. നോർമൽ റിയാക്ഷന്റെയും ഫ്രിക്ഷണൽ ഫോഴ്സിന്റെയും റിസൾട്ടന്റ് R ആണ്. റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു, ബട്ട് ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടന്റ് ആൻഡ് നോർമൽ റിയാക്ഷൻ phi റിമെയിൻസ് അൺചേഞ്ച്ഡ്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് ഫിഗറിൽ നിന്നും എന്താ മനസ്സിലായേ? ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തപ്പോൾ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷെ റിസൾട്ടന്റും നോർമൽ റിയാക്ഷനുമായിട്ടുള്ള ആംഗിൾ phi റിമെയിൻസ് സെയിം. ദസ് തേർഡ് ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ദസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ 360 ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോൾ, അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ 360 ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. ആൻഡ് ദി റിസൾട്ടന്റ് ഫോംസ് എ റൈറ്റ് സർക്കുലർ കോൺ വിത്ത് സെമി കോൺ ആംഗിൾ phi. ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ആൻഡ് റിസൾട്ടന്റ് ഫോംസ് എ റൈറ്റ് സർക്കുലർ കോൺ വിത്ത് സെമി കോൺ ആംഗിൾ phi. ഓക്കെ, അപ്പോൾ ഈ കോണിനെയാണ് നമ്മൾ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് when the direction of applied force is changed through 360 degree, the resultant generates a right circular cone with semicone angle phi. This cone is called cone of friction. So cone of friction explain ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫിഗർ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത് നാലുമാണ് characteristics of friction. The next repeatedly university question ആയിട്ട് ചോദിക്കുന്ന ഒരു question ആണ്, show that angle of friction is equal to angle of repose. Angle of friction ഉം angle of repose ഉം equal ആണെന്ന് കാണിക്കുക. That is alpha is equal to phi. Okay. So അതിനായിട്ട് consider a body of weight W. Figure ശ്രദ്ധിക്കുക. Consider a body of weight W lies on an inclined plane with
angle of repose or angle of inclination alpha. Okay, അപ്പോൾ ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആൽഫ ഉള്ള ഒരു പ്ലെയിനിൽ ഒരു ബോഡി റെസ്റ്റ് ചെയ്യാണ്. ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് W ആണ്. ഓക്കെ, ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണ്. അതായത് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെൽഫ് വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യും, വിച്ച് മേക്സ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ദി പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ. ആ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലറുമായിട്ട് ആൽഫ ഡിഗ്രി W മേക്ക് ചെയ്യുന്നുണ്ട്. സോ പ്ലെയിനിന് പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആയിട്ട് ഡബ്ല്യൂനെ റിസോൾവ് ചെയ്യാം. കോണ്ടാക്ട് സർഫസിൽ നോർമൽ റിയാക്ഷൻ ഉണ്ട്, Rn. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, ബോഡി ഡൗൺവേർഡ് ആണ് മൂവ് ചെയ്യുന്നത്, സോ ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്വേർഡ് ആയിരിക്കും, F mu Rn. ദെൻ നമ്മളിവിടെ ബോഡിന്റെ റിസോൾവ് ചെയ്യുന്നത് ഇൻക്ലൈൻ പ്ലെയിനിന് പാരലലും പെർപെൻഡിക്കുലറും ആയിട്ടാണ്. സോ ഫസ്റ്റ് റിസോൾവിംഗ് ഫോഴ്സസ് അലോങ് ദി ഇൻക്ലൈൻ പ്ലെയിൻ, mu Rn minus W sin alpha is equal to 0. അവിടെ നിന്നും mu Rn is equal to W sin alpha എന്ന് കിട്ടും. Put it as equation number 1. Similarly, resolve forces perpendicular to the inclined plane, Rn minus W cos alpha is equal to 0 എന്ന് വരും. അവിടെ നിന്ന് Rn is equal to W cos alpha എന്ന് വരും. Put it as equation number 2. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ 2നെ Rnന്റെ വാല്യൂവിനെ ഇക്വേഷൻ 1ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ വരുന്നത്? mu W cos alpha is equal to W sin alpha. ഓക്കെ, അവിടെ നിന്നും mu is equal to tan alpha എന്ന് വരില്ലേ? ആൻഡ് ഓൾസോ നമുക്കറിയാം, നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ പഠിച്ചായിരുന്നു tan phi is equal to mu. അങ്ങനെയാണെങ്കിൽ mu is equal to tan alpha is equal to tan phi എന്ന് എഴുതിക്കൂടെ? ഇനി ഇവിടെ നോക്കിയേ, tan alpha is equal to tan phi. അങ്ങനെയാണെങ്കിൽ നമുക്ക് alpha is equal to phi എന്ന് എഴുതിക്കൂടെ? സോ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ is equal to ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രൂഫ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക, എ പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കൂളംസ് ലോസ് ഓഫ് ഫ്രിക്ഷൻ ആണ്. കൂളംസ് ലോസ് ഓഫ് ഫ്രിക്ഷൻ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 പോയിന്റ്സ് എഴുതുക. അല്ല, ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സ്ലൈഡിൽ തന്നിരിക്കുന്ന 6 പോയിന്റ്സും എഴുതണം. ഓക്കെ, ഇപ്പോൾ കൂളംസ് ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് 3 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്നാ ചോദിക്കുന്നെങ്കിൽ ഈ 6 പോയിന്റ്സും എഴുതണം. ഓക്കെ, നമുക്ക് ഓരോ ലോസ് ഓഫ് ഫ്രിക്ഷൻ ആയിട്ട് നോക്കാം. ദി മാക്സിമം ഫ്രിക്ഷൻ ദാറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട് സർഫസ്. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് സർഫസ്. കോണ്ടാക്ട് സർഫസിലെ ഏരിയ ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സിന് കണക്ഷൻ ഇല്ല. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് പോയിന്റ്, അറ്റ് ലോ വെലോസിറ്റി ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി അറ്റ് കോണ്ടാക്ട് സർഫസ്. ലോ വെലോസിറ്റിയിൽ ഫ്രിക്ഷണൽ ഫോഴ്സും കോണ്ടാക്ട് സർഫസിലെ വെലോസിറ്റി ആയിട്ട് റിലേഷൻഷിപ്പ് ഒന്നും തന്നെ ഇല്ല. ദെൻ തേർഡ് പോയിന്റ്, the maximum frictional force is proportional to the normal reaction at contact surface. നമ്മൾ coefficient of friction പഠിച്ചപ്പോൾ പറഞ്ഞതാണ് maximum frictional force, that is limiting frictional force, is proportional to the normal reaction at contact surface. ഈ 3 പോയിന്റും ആണ് കൂളംസ് ലോസ് ഓഫ് ഫ്രിക്ഷൻ. Frictional force is independent of area at contact surface. At low velocity, frictional force is independent of velocity at contact surface. The limiting frictional force is proportional to normal reaction at contact surface. Then next നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് other laws of friction ആണ്. So അതിലെ first point നോക്കാം. The force of friction always acts in a direction opposite to the direction in which the body moves or tends to move. അപ്പോൾ frictional force എപ്പോഴും ബോഡി ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. Okay. The next point, till the limiting value is reached, the magnitude of friction is equal to the external force which tends to move the body. ഫ്രിക്ഷണൽ ഫോഴ്സ് മാക്സിമം എത്തുന്നത് വരെ, അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്തുന്നിടം വരെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും. ദെൻ ലാസ്റ്റ് പോയിന്റ്, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ സർഫസ് റഫ്നെസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും സർഫസ് റഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 6 പോയിന്റ്സും ആണ് ലോസ് ഓഫ് ഫ്രിക്ഷൻ. ഫസ്റ്റ് 3 പോയിന്റ്സ് കൂളംസ് ലോസ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാരലൽ കോപ്ലാനാർ ഫോഴ്സസ് ആണ്. ഓൾറെഡി പാരലൽ ഫോഴ്സസ് എന്താണ്, കോപ്ലാനാർ ഫോഴ്സസ് എന്താണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ റിവിഷൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ബട്ട് ജസ്റ്റ് ഒന്നുകൂടെ പറയാം. പാരലൽ ഫോഴ്സസ് whose line of action
are parallel to each other. Coplanar forces, forces whose line of action lies on the same plane. So, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാരലൽ കോപ്ലാനാർ ഫോഴ്സിന്റെ റിസൾട്ടന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നാണ്. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടാനായിട്ട് സിംപ്ലി ടേക്ക് ദി ആൾജിബ്രൈക് സം ഓഫ് ഓൾ ഫോഴ്സസ്. നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഓഫ് പാരലൽ ഫോഴ്സ് ആണ് തന്നിരിക്കുന്നെങ്കിൽ ജസ്റ്റ് അതിന്റെ ആൾജിബ്രൈക് സം എടുക്കുക, അതായിരിക്കും നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷൻ ഉണ്ടാവും. ഡയറക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ use Varignin's theorem or the principle of moments. The principle of moment use ചെയ്ത് നമുക്ക് parallel coplanar force systemത്തിന്റെ resultant calculate ചെയ്യാം. Okay, problem ചെയ്യുമ്പോൾ അത് detailed ആയിട്ട് explain ചെയ്യാം. The next important topic, couple. Two forces having same magnitude, parallel line of action and opposite sense are said to form a couple. അപ്പോൾ couple എന്ന് പറയുന്നത് രണ്ട് parallel force ആണ്. രണ്ട് ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഈ രണ്ട് ഫോഴ്സും ചേർന്ന് ഒരു കപ്പിൾ ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലോക്ക് വൈസ് കപ്പിളാ തന്നേക്കുന്നേ. ഇവിടെ രണ്ട് ഫോഴ്സസ് ഉണ്ട്, ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ്. രണ്ട് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഈ രണ്ട് ഫോഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, പ്ലെയിൻ ഇൻ വിച്ച് ദ ഫോഴ്സസ് ആക്ട് ഇസ് കോൾഡ് ദി പ്ലെയിൻ ഓഫ് കപ്പിൾ. ഈ രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്ന പ്ലെയിനിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് കപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് കപ്പിൾ ഈസ് കോൾഡ് ദി ആം ഓഫ് കപ്പിൾ. ഈ രണ്ട് ഫോഴ്സിനും ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആം ഓഫ് കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് പാരലൽ ഫോഴ്സസ്, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ അതിനെ ഒരു കപ്പിൾ ആണെന്ന് പറയും. ഈ ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന പ്ലെയിനെയാണ് പ്ലെയിൻ ഓഫ് കപ്പിൾ എന്ന് പറയുന്നത്. ഫോഴ്സിനിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആം ഓഫ് കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് കപ്പിൾ. ഡിഫൈൻ കപ്പിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. യൂണിവേഴ്സിറ്റിക്ക് 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി, സം ഓഫ് ഫോഴ്സസ് ഓഫ് എ കപ്പിൾ ഈസ് 0. രണ്ട് സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള ഓപ്പോസിറ്റ് സെൻസ് ഉള്ള ഫോഴ്സസ് ആണ് കപ്പിൾ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഫോഴ്സസ് ഓഫ് എ കപ്പിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. Then second point, the moment of a couple about any point in the plane of couple is constant and is independent of position of moment center. ഒരു കപ്പിളിന്റെ മൊമെന്റ് നമ്മൾ ഏത് പോയിന്റിന് അബൌട്ട് ആയിട്ട് എടുക്കുകയാണെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതാണ് സെക്കൻഡ് പോയിന്റ്. സേ ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കപ്പിളാണ് തന്നിരിക്കുന്നത്, രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് F, ആം ഓഫ് കപ്പിൾ D ആണ്. ഈ കപ്പിളിന്റെ മൊമെന്റ് സെന്റർ ഞാൻ എടുക്കുന്നത് O ആണ്. O എന്ന പോയിന്റിന് അബൌട്ട് ആയിട്ട് ഞാൻ മൊമെന്റ് എടുക്കുകയാണ്. O എന്ന പോയിന്റ് അബൌട്ട് ആയിട്ട് മൊമെന്റ് എടുക്കുമ്പോൾ എന്ത് വരും? M is equal to F into D plus X minus Fx. അവിടെ Fx minus Fx ക്യാൻസൽ ചെയ്യും, നമുക്ക് മൊമെന്റ് എന്ന് പറയുന്നത് Ft എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഏത് പോയിന്റിന് അബൌട്ട് ആയിട്ട് ഒരു കപ്പിളിന്റെ മൊമെന്റ് എടുത്താലും മൊമെന്റ് ഓഫ് കപ്പിൾ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ആം ഓഫ് കപ്പിൾ ആയിരിക്കും. ഓക്കെ, so moment of a couple എന്ന് പറയുന്നത് always equal to magnitude of force multiplied by arm of couple. Okay, then third point or third property of couple, the action of a couple on a rigid body will not be changed if its arm is turned in the plane of couple through any angle above one of its end. അതായത് ഒരു കപ്പിളിന്റെ ഒരു എൻഡിന് അബൌട്ട് ആയിട്ട് നമ്മൾ ആ കപ്പിളിനെ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലും റിജിഡ് ബോഡിക്ക് ചേഞ്ച് ഒന്നും വരില്ല, ഓർ ആ കപ്പിളിന്റെ എഫക്റ്റിന് ചേഞ്ച് ഒന്നും വരില്ല. അതാണ് ഈ തേർഡ് പോയിന്റ് പറയുന്നത്. നിങ്ങൾ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം ഇവിടെ ഒരു കപ്പിൾ കാണിച്ചിട്ടുണ്ട്. AB ആയിരുന്നു ആ കപ്പിളിന്റെ ആം. ഈ A എന്ന പോയിന്റിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ കപ്പിളിനെ റൊട്ടേറ്റ് ചെയ്തു ടു സം ആംഗിൾ. അപ്പോഴും റിജിഡ് ബോഡിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല, കാരണം നമ്മൾ ഈ കപ്പിളിനെ റൊട്ടേറ്റ് ചെയ്താലും ഓൾവേസ് ദ മൊമെന്റ് ഓഫ് കപ്പിൾ റിമെയിൻസ് constant. Okay, so it will not change the condition of rigid body. ഇത് മൂന്നുമാണ് properties of couple. Important ആണ്, ഒത്തിരി തവണ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പോർഷൻസ്. ഓക്കെ, താങ്ക് യു.